ചാലക്കുടിയിൽ കലാഭവൻ മണി സ്മാരക നിർമ്മാണം വൈകുന്നതിൽ സർക്കാരിനെതിരെ സനീഷ് കുമാർ ജോസഫ് എംഎൽഎയുടെ വിമർശനം. ചാലക്കുടിയിൽ നിർമ്മിക്കാനിരുന്ന കലാഭവൻ മണി സ്മാരകത്തിന്റെ നിർമ്മാണം ഇതുവരെ ആരംഭിക്കാത്തത് സർക്കാരിന്റെ തികഞ്ഞ അനാസ്ഥയും അനശ്വര കലാകാരനായ കലാഭവൻ മണിയോടുള്ള അവഹേളനവുമാണെന്ന് ചാലക്കുടി എംഎൽഎയായ സനീഷ് കുമാർ ജോസഫ് ആരോപിച്ചു. 2025 മെയ് 27 സ്മാരകത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നിട്ടും പ്രവർത്തനം ആരംഭിക്കാൻ ആവശ്യമായ സാങ്കേതിക അനുമതികൾ ലഭ്യമാക്കിയിട്ടും ഇതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്തത് സംബന്ധിച്ച് ജനങ്ങളോട് സർക്കാർ വിശദീകരണം നൽകണമെന്ന് എംഎൽഎ ആവശ്യപ്പെട്ടു. എംഎൽഎ ആയ നിലയിൽ സ്മാരക നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയം നിരവധി തവണ വകുപ്പ് മന്ത്രിമാരുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് സനീഷ് കുമാർ ജോസഫ് വ്യക്തമാക്കി. കത്തുകൾ വഴിയും നേരിട്ടുമാണ് വിഷയത്തിൽ ഇടപെട്ടതെന്നും കഴിഞ്ഞ നിയമസഭാ സമ്മേളനങ്ങളിലുടനീളം സ്മാരകത്തിന്റെ പുരോഗതി സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയർത്തിയതായും അദ്ദേഹം പറഞ്ഞു. 2017 സ്മാരക നിർമ്മാണത്തിന് ഭരണാനുമതി ലഭിച്ചെങ്കിലും 4 വർഷത്തോളം പദ്ധതിക്ക് കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല. തുടർന്ന് പദ്ധതിയുടെ അടങ്കൽ തുക 3 കോടി രൂപ വർദ്ധിപ്പിച്ച് 2021 സെപ്റ്റംബർ 15 പുതുക്കിയ ഭരണാനുമതി നൽകിയതെന്നും എംഎൽഎ ചൂണ്ടിക്കാട്ടി. പദ്ധതിയുടെ പാരമ്പര്യ നടപടികൾ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് 2021 ജൂലൈ 23 2022 ഫെബ്രുവരി 24 നിയമസഭയുടെ ശ്രദ്ധയിൽ വിഷയം കൊണ്ടുവന്നതായും അദ്ദേഹം പറഞ്ഞു. ഇതിന്റെ ഭാഗമായി അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, ഫോക്ലോർ അക്കാദമി ചെയർമാനും സെക്രട്ടറിയും റവന്യൂ ഉദ്യോഗസ്ഥരും നിർദ്ദിഷ്ട നിർമ്മാണം സ്ഥലം സന്ദർശിക്കുകയും തുടർ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് 2022 ഏപ്രിൽ 22 മന്ത്രി VN വാസവനെയും 2022 ഓഗസ്റ്റ് 24 2023 ഫെബ്രുവരി 3 സജി ചെറിയാനെയും സമീപിച്ച് നടപടികൾ വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ടതായി എംഎൽഎ വ്യക്തമാക്കി. 2022 ഒക്ടോബർ 13 തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ നിലവിലുള്ള സ്ഥലത്തിനൊപ്പം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള 15 സെന്റ് ഭൂമി കൂടി സ്മാരക നിർമ്മാണ പദ്ധതിക്ക് ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു. പദ്ധതി രേഖ തയ്യാറാക്കി നിർമ്മാണ പ്രവർത്തനം നടപ്പാക്കുന്നതിനായി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിനെ ചുമതലപ്പെടുത്തിയിരുന്നെങ്കിലും തുടർ നടപടികൾ പൂർത്തിയാക്കുന്നതിൽ സർക്കാർ കാലതാമസം വരുത്തിയതായി എംഎൽഎ ആരോപിച്ചു. സ്മാരകത്തിന്റെ തറക്കല്ലിടൽ 2024 ഒക്ടോബറിൽ നടത്തുമെന്ന് മന്ത്രി നിയമസഭയിൽ രേഖാമൂലം അറിയിച്ചിരുന്നുവെങ്കിലും നിർമ്മാണം ആരംഭിക്കാത്തത് ജനങ്ങളിൽ വലിയ പ്രതിഷേധം ഉയർത്തിയതായി സനീഷ് കുമാർ ജോസഫ് പറഞ്ഞു. ഇതിനെ തുടർന്ന് വകുപ്പ് മന്ത്രിയെ കത്തുകളിലൂടെ പ്രതിഷേധം അറിയിക്കുകയും ജനകീയ സമരം സംഘടിപ്പിക്കുകയും ചെയ്തതിനു ശേഷമാണ് നിർമ്മാണോദ്ഘാടനം നടത്തിയതെന്നും എംഎൽഎ കൂട്ടിച്ചേർത്തു. ചാലക്കുടിയുടെ അഭിമാനമായിരുന്ന ജനപ്രിയ കലാകാരൻ കലാഭവൻ മണിയുടെ സ്മാരകം ഉടൻ തന്നെ യാഥാർത്ഥ്യമാക്കുവാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് എംഎൽഎ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലും ഈ വിഷയം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ഞാൻ ഇതിനോടൊപ്പം അടക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർക്കാരിന് ഈ വിഷയത്തിൽ താല്പര്യമില്ലാത്തതുകൊണ്ടും ബന്ധപ്പെട്ട ഏജൻസിക്ക് പണം കൊടുക്കാത്തത് കൊണ്ടുമാണ് ഈ നിർമ്മാണം തുടങ്ങാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് ചാലക്കുടിയുടെ വികാരമായിട്ടുള്ള കലാഭവൻ മണിയോടുള്ള ഇടതുപക്ഷ ഗവൺമെന്റിന്റെ വലിയ അനാദരവാണ് എന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്.